അങ്ങനെ തലവേദനയും ഹോസ്പിറ്റൽ വാസവും IV ഇഞ്ചക്ഷനും എല്ലാം കഴിഞ്ഞ് നമ്മളിതേ നമ്മുടെ അടുത്ത ദിവസത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പോകുന്നത് സോൻമാർഗിലേക്കാണ്. സോൻമാർഗ് എന്നും പറയും, സോനാമാർഗ് എന്നും പറയും. അത് ജമ്മു ആൻഡ് കാശ്മീരിലെ വേറൊരു ഹിൽ സ്റ്റേഷനാണ് ഈ സോൻമാർഗ് എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത് കാശ്മീരിലെ ഗണ്ടർബാൾ ഡിസ്ട്രിക്ട്, അവിടെയാണ് ഈ സോൻമാർഗ് ഉള്ളത്. അത് നമ്മുടെ ശ്രീനഗറിൽ നിന്ന് ഒരു 80-85 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. നമുക്കിത് ഇപ്പൊ കാണുന്നത് സിന്ധു റിവറാണ്. നമ്മൾ പോണ വഴിക്ക് ഒരു നല്ല പുഴ ഉണ്ടായിരുന്നു. അപ്പൊ അത് സിന്ധു റിവറാണ്. അപ്പൊ അതിന്റെ സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി. സ്പെഷ്യലിസ്റ്റ് എത്രയാണ് ചാർജസ്? 100 ഈച്ച്. എത്ര ഫോട്ടോ ആയി? അയ്യോ തണുക്കുന്നുണ്ടോ? അവിടെ എത്തിയപ്പോ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലോണം തണുക്കാനൊക്കെ തുടങ്ങി. ജാക്കറ്റ് ഒക്കെ ഇട്ടു. അപ്പൊ അവിടെ റീൽസ് എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ റീൽസ് എടുത്തു കൊടുക്കുന്ന ആൾക്കാര്. അപ്പം അവിടുന്ന് എല്ലാവരും എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് ഓരോ റീൽസ് ഒക്കെ എടുത്തു. കുട്ടികളതും എടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ അവർ എടുത്തു തരും. നമ്മൾ എടുക്കുന്നേക്കാളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവർ റീൽസ് എടുത്തു തരും. അപ്പൊ ഞങ്ങൾ എന്നിട്ട് പിന്നെ അവിടുന്ന് നേരെ സോൺമാർഗിലേക്ക് പിന്നെയും പോയത്. സ്നോയൊക്കെ നല്ലപോലെ കണ്ടു തുടങ്ങി. ഞങ്ങളുടെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം ഞങ്ങൾ എല്ലാവരും. നമ്മൾ ഇത്രയും നാള് സ്നോ കണ്ടിട്ടേ ഉള്ളൂ 2 ദിവസമായിട്ട്. അപ്പൊ ഇന്നാണ് നമ്മൾ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു സ്നോയിലേക്ക് ഇറങ്ങാൻ. ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് ഞങ്ങൾ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാന്ന് ഓർത്തു. ഞങ്ങൾക്ക് അത്രമാത്രം എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ്, ഫസ്റ്റ് ടൈമാണ്, ഞങ്ങളെ കൂടെയുള്ള എല്ലാവരും ഫസ്റ്റ് ടൈമാണ് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന്റെ ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു മനസ്സിൽ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റും ഭയങ്കര നല്ല തണുപ്പും. അപ്പൊ നമുക്ക് ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ ക്യാമറയിലൊന്നും അതിന്റെ അവിടുത്തെ ഒരു ഭംഗി നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതിന്റെ ഒരു സന്തോഷവും എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. നേരത്തെ കണ്ടാവുന്ന നദി തന്നെയാണ് ഇത്, സിന്ധു നദി. ഇത് ആക്ച്വലി അവിടുത്തെ താജ്വാസ് ഗ്ലേസർ എന്ന് പറഞ്ഞ ഗ്ലേസറിൽ നിന്നാണ് ഇത് ഒറിജിൻ ആയിട്ട് വരുന്നത്. അപ്പം അവിടെ ഫുള്ള് ഈ ഒരു ഭാഗത്ത് ഫുള്ളി സിന്ധു റിവർ തന്നെയാണ്. പിന്നെ ആക്ച്വലി നമ്മൾ സോർബാൻഗ് എത്തിയപ്പോൾ അവിടെ ഭയങ്കര സ്കാമാണ്. നമ്മുടെ ജാക്കറ്റ് ഒക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ അവർ പറഞ്ഞു ആ ജാക്കറ്റ് ഇട്ട് മഞ്ഞിൽ ഇറങ്ങാൻ പറ്റത്തില്ല, അത് ഫുള്ള് ഡേർട്ടി ആവും, നിങ്ങൾ പുതിയ ജാക്കറ്റ് എടുക്കണം, ഷൂ എടുക്കണം. ഷൂ ഓക്കെ, നമുക്ക് നമ്മുടെ ഷൂ ഇട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ജാക്കറ്റ് ഒക്കെ വെറും പറ്റിപ്പാണ്. അതൊരു വൃത്തികെട്ട സ്ഥലത്താണ് ഈ ജാക്കറ്റ് ഷൂ ഒക്കെ സപ്ലൈ ചെയ്യുന്നത്, ഒരു വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്ത്. പിന്നെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല, ഫസ്റ്റ് ടൈം അല്ലേ ഞങ്ങൾ എടുത്തു. പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അത് വേണ്ട, നമ്മുടെ ജാക്കറ്റ് തന്നെ മതിയായിരുന്നു. हेलो, इन पे भी भरोसा कुछ नहीं होता है. हाय, जो लाले होते हैं ना हमारे. അങ്ങനെയാണ് കളിക്കേണ്ടത്. ഈ സോൻമാർഗില് നമുക്കൊരു 4 സ്ഥലത്ത് നമുക്ക് പോകാനുണ്ട്. അപ്പൊ അത് നമ്മൾ പോകുന്ന TTയിൽ ടെമ്പോ ട്രാവലിലൊന്നും പോകാൻ പറ്റത്തില്ല. അവരുടെ യൂണിയൻ ക്യാബ് വിളിച്ചിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനൊക്കെ സെപ്പറേറ്റ് നല്ല ചാർജ് പറയും. നമ്മൾ അതൊക്കെ ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കണം. ഇൻക്ലൂഡിങ് ഈ ഷൂ, ജാക്കറ്റ്, ഇതെല്ലാം അവർ ഭയങ്കര ചാർജാ പറയുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ മാക്സിമം നമ്മുടെ കഴിവ് പോലെ ഇരിക്കും നമുക്ക് ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് നോക്കൂ.
स्लो मोशन आना फोटो शूट नहीं नहीं चाहिए भैया 20 रुपीस फोटो शूट 20 रुपीस എന്താണത് ഒന്നും കൂടെ സ്നോ ഉണ്ട്. സ്നോയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ആർക്കും ഒന്നും ഓർമ്മയില്ല. എല്ലാവരും എൻജോയ്മെന്റ് അറ്റ് സ്പീക്ക് ആയിരുന്നു. മാക്സിമം എൻജോയ് ചെയ്തു. വലിയ ആൾക്കാരും കുട്ടികളും എല്ലാവരും ഫസ്റ്റ് ടൈം ആയിരുന്നു സ്നോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പുറകോട്ട് അപ്പം പോകുന്ന എല്ലാവരും നല്ലോണം. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ പോയത്. കാര്യം സ്നോ ഉണ്ടെങ്കിലും ഭയങ്കര സഹിക്കാൻ പറ്റാത്ത തണുപ്പോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയായിരുന്നു അവിടെ സ്നോയില്. അപ്പൊ എല്ലാവരും മാക്സിമം നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നല്ലൊരു ടോയ്ലറ്റ് ഇല്ല. നല്ല ടോയ്ലറ്റ് എന്നല്ല, അവിടെ ടോയ്ലറ്റും ഇല്ല. ഒന്നൊരു ടോയ്ലറ്റ് ഉണ്ട്, അതിനകത്തോട്ടൊന്നും ആ സ്റ്റെപ്പ് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ ടോയ്ലറ്റോട്ടൊക്കെ. നമ്മൾ ഇത്രയും തണുപ്പിലൊക്കെ കളിച്ചിട്ടൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോകണമെങ്കിൽ അവിടെ ഒന്നും ഒരു ടോയ്ലറ്റ് ഇല്ല. അതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ക്യാമറയിലൊന്നും ഇതിന്റെ ആ കാശ്മീരിന്റെ 1% പോലും നമുക്ക് ഇതിൽ ഒപ്പിയെടുക്കാൻ പറ്റത്തില്ല. അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ നാട്ടിലുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു, ലൈഫിൽ എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാവരും കാശ്മീർ പോയി കാണണം എന്നുള്ളത്. കാര്യം അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. എനിക്ക് ഈ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാര്യം ഇപ്പൊ അവിടുത്തെ ആ ഒരു സിറ്റുവേഷനും അവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥയും ഞങ്ങൾ കണ്ടതാണ്. അവിടുത്തെ ജനങ്ങൾ അവർ പറയുന്നതും അവരൊക്കെ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്കൊക്കെ ജോലിയുണ്ട്, ജീവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇനി എല്ലാം പോയില്ല, അറ്റ്ലീസ്റ്റ് ഇൻക്ലൂഡിങ് അവിടെ റീൽസ് എടുക്കുന്ന ആൾക്കാർ പോലും ഒരു ദിവസം നല്ലോണം ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് അതെല്ലാം പോയപ്പം അവരുടെ ജീവിതമാർഗം എല്ലാം പോയി. ആ ജനങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ, നാടിന്റെ ഒരു അവസ്ഥയൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നും. അപ്പൊ ഞങ്ങളുടെ കുട്ടികള് സ്നോമാനൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അവര് ആദ്യമേ പറഞ്ഞു വന്നതായിരുന്നു ഇവിടെ വന്നിട്ട് സ്നോമാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ടൂൾസ് വരെ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന് സ്നോമാന് കണ്ണ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ. അതെ, അവിടെ നിന്ന് സ്നോമാനൊക്കെ ഉണ്ടാക്കി അവരൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സോൻമാർഗിൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ജോലിയൊക്കെയാണ് ടൂറിസം ഇല്ലാതാവുമ്പം അവിടുന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. ഓരോ കൈ ഐസായി പോകും. മതി എടുത്തത് ഫോട്ടോ വെച്ചിട്ട് വാ. കണ്ണിത്രേ ഉള്ളൂ. We can use the pebbles as well. We don't need the glasses. അത് പൊട്ടിട്ടേ പതുക്കെ പതുക്കെ. അങ്ങനെ ഞങ്ങളുടെ കുട്ടീസിന്റെ സ്നോമാനൊക്കെ സെറ്റായി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോരാണ്. ആക്ച്വലി സോൺമാർഗിൽ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ളത് അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 11-12 മണിയാണ്. അപ്പൊ അവിടുന്ന് ഈവനിങ് വരെ നിൽക്കാനുള്ളതൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു റൂമിലേക്ക് പോവാണ്. ഈവനിങ് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ശ്രീനഗറിൽ. ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണ് പോകണമെന്ന്, കാശ്മീർ. എപ്പോൾ പോകാൻ പറ്റും എന്നൊന്നും എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. ഞങ്ങൾ വേറൊരു ട്രിപ്പ് ഡ്രോപ്പ് ആയപ്പം പെട്ടെന്ന് ഇട്ട പ്ലാനായിരുന്നു. ശരിക്കും എന്തുകൊണ്ടും അതൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് നന്ദി. ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ കാശ്മീർ കണ്ട് തിരിച്ചു വരാൻ പറ്റി. ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലവും ഭയങ്കര സന്തോഷം തരുന്ന കുറച്ച് ദിവസങ്ങളും ആയിരുന്നു അത്. എനിവേ, നാളെ കാണാം.